നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ ഉത്തര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ചിങ്ങക്കൂറിലാണ്. ചിങ്ങക്കൂറുകാർക്ക് 12ലാണ് വ്യാഴം. 12ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമാണ്. കർമാധിപതി 12. അപ്പോൾ തൊഴിൽ നഷ്ടം പോലെയുള്ള കാര്യങ്ങളും തൊഴിൽ സ്ഥാനചലനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അത് മാത്രമല്ല അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക, ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുക, ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാനായിട്ട് ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, അതുപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ശനീശ്വരന നീരാഞ്ജനം വഴിപാട്, നാഗപൂജ, ഇതുപോലുള്ള പ്രാർത്ഥനാ വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ദോഷമില്ലാതെ തടസ്സങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് പോകുന്നതാണ്. എന്നാൽ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് കന്നിക്കൂറാണ്. കന്നിക്കൂറുകാർക്ക് സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു. അപ്പോൾ 10ൽ നിന്നിരുന്ന വ്യാഴമാണ്. അപ്പോൾ വ്യാഴപ്പഴവും കണ്ടകശനിയും കൂടി ഉണ്ടായിരുന്ന സമയമായിരുന്നു കൊണ്ട് മെയ് മാസം കഴിയുന്നത് വരെ ഇത്തിരി ദോഷ സമയമാണ്. എന്നാൽ മെയ് മാസം കഴിഞ്ഞപ്പോൾ സമയം അനുകൂലമായി, ദൈവാധീനം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ കണ്ടകശനിൻ്റെയൊക്കെ സ്ട്രോങ് കുറഞ്ഞിട്ടുണ്ട് ദൈവാധീനം ഉള്ളത് കൊണ്ട്. ഭാഗ്യാധിപതിയും സർവാഭിഷ്ട സ്ഥാനത്ത്, അപ്പം നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ടാണ് ബുധൻ 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനും തൊഴിലില്ലാത്തവർക്ക് തൊഴിലുണ്ടാകാനും ചെയ്യുന്ന തൊഴിൽ സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട്. എന്ത് പ്രവൃത്തി എടുത്താലും ആ പ്രവൃത്തിയിൽ നല്ല അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകാനായിട്ട് ഉത്തര നക്ഷത്രത്തിൻ്റെ കന്നിക്കൂറുകാർക്ക് യോഗം കാണുന്നുണ്ട്. അത് മാത്രമല്ല സേനാനായകത്വമാണ്. 10 പേര് കൂടി എന്തെങ്കിലും ഒരു പ്രവൃത്തി എടുക്കണം, അതിൻ്റെ നേതൃസ്ഥാനത്ത് എത്തിച്ചേരാം. അപ്പോൾ മാനേജിങ് പൊസിഷനുള്ള തൊഴിൽ, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട്. 7ാം ഭാവാധിപതി സർവാഭിഷ്ട സ്ഥാനത്തേക്ക് നേരം ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണത്തിന് യോഗമുണ്ട്. ഭാര്യ, കുടുംബക്കാരിൽ നിന്ന് അനുകൂലാവസ്ഥ ഉണ്ടാകുന്ന എല്ലാ ഭൗതികമായ സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പോലും 7ാം ഭാവത്തിൽ ശത്രുസ്ഥാനാധിപതിയായിരിക്കുന്ന ശനി നിൽക്കുന്നത് കൊണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശത്രുദോഷം, അല്ലെ നമ്മളായിട്ടുണ്ടാക്കിയ ശത്രുദോഷമല്ല, കുറച്ച് കാലപ്പഴക്കമുള്ള പൂർവികമായിട്ടുള്ള ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതമുള്ളത് കൊണ്ട് എന്തിന് ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകുക, അതുപോലെ ഗ്യാസ്ട്രിക്കോ ഇതര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ആ ശത്രുദോഷം എന്ന് പറയുമ്പം ബാധകാധിപതി ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ശത്രുദോഷത്തിന് പരിഹാരം വരാനായിട്ട് അയ്യപ്പക്ഷേത്ര നീരാഞ്ജനവും വിഷ്ണുക്ഷേത്ര സുദർശന പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ശത്രുദോഷ പരിഹാരം വന്നു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല അനുകൂലമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയും നല്ല അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകാൻ യോഗമുണ്ട്. പക്ഷേ 6ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇടയ്ക്കിടയ്ക്ക് ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം കൊണ്ട് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കാൽപാദത്തിന് വേദന, 10 രൂപ ചിലവാക്കേണ്ടടുത്ത് 20 രൂപ ചിലവാക്കേണ്ട അവസ്ഥ വരിക. അതേപോലെ തന്നെ നാഗദോഷം കാരണം കൊണ്ട് ഉദര സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗം, നടുവേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ രോഗമായിട്ട് ശത്രുദോഷം കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം, നാഗപൂജ ചെയ്യുക, അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവാധീനം ഉള്ളതുകൊണ്ടും ഭാഗ്യാധിപതി സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ലഗ്നാധിപതി ബലവാനായതുകൊണ്ടും ഏറ്റവും നല്ല അഭിവൃദ്ധിയും ഉയർച്ചയും സാമ്പത്തിക നേട്ടവും മാനസിക സന്തോഷമൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമായിരിക്കും ഉത്തര നക്ഷത്രക്കാർക്ക് ജൂൺ മാസം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.